ആതിര മിസ് ആണ് കേട്ടോ. എല്ലാവർക്കും സുഖല്ലേ? നമ്മുടെ എക്സാം ഇതാ എടുക്കാറായില്ലേ? എല്ലാവർക്കും ടെൻഷൻ ഉണ്ടോ? അതിനൊന്നും ഒരു ആവശ്യമില്ല. ടെൻഷനൊക്കെ എന്തിനാ? നമുക്ക് എന്തായാലും എക്സാം എഴുതണം, നമ്മൾ എഴുതിയേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് പിന്നെ എന്തിനാ വെറുതെ ടെൻഷൻ അടിച്ച് പോകേണ്ട ആവശ്യം? എന്താ ടെൻഷൻ അടിച്ചിട്ട് ഇല്ല ആ ഒരു എന്താ പറയാ പവറും ആ ഒരു എന്താ പറയാ എഴുതാനുള്ള ആ ഒരു ഇതൊന്നും പോക്കരുത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നല്ല കോൺഫിഡൻസോട് കൂടി അടിപൊളിയായിട്ട് നിങ്ങൾ സെറ്റ് ആണെന്ന് മിസ്സിന് അറിയാം. അപ്പൊ നല്ല കോൺഫിഡൻറ്റോട് കൂടിയിട്ട് ഹാപ്പി ആയിട്ട് വേണം എക്സാം എഴുതാൻ പോകാൻ. സെറ്റ് ആണല്ലോ? യെസ്. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് എന്താണ്? ഉപന്യാസമായിട്ടാണ്. ഉപന്യാസം തയ്യാറാക്കുക. അപ്പൊ നമുക്കൊരു ഉപന്യാസം തയ്യാറാക്കി നോക്കിയാലോ? വാ. മണ്ണിന്റെ കിനാവുകൾ എന്ന കവിതയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് പ്രകൃതിയുടെ സൗന്ദര്യമാണ്. കാട്ടിലെ മഴ എന്ന അനുഭവക്കുറിപ്പിലൂടെ മഴയുടെ സൗന്ദര്യവും ഡെയ്സി ചെടി എന്ന പാഠഭാഗത്തിൽ പരസ്പര സ്നേഹത്തിന്റെ മനോഹരമായ ആവിഷ്കാരവും കാണാം. ഈ 3 പാഠങ്ങളെ അടിസ്ഥാനമാക്കി പ്രകൃതി പാഠങ്ങൾ എന്ന ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കുക. എന്തിനാണ്? പ്രകൃതി പാഠങ്ങൾ എന്ന ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കി നോക്കിയാലോ? വാ. അപ്പം മിസ് തലക്കെട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്? പ്രകൃതി പാഠങ്ങൾ. പ്രകൃതി പല പാഠങ്ങളാണ് നമ്മെ പലപ്പോഴായി പഠിപ്പിക്കുന്നത്. ചിലപ്പോഴൊക്കെ പ്രകൃതി സ്നേഹത്തിന്റെ ആഴം നമ്മെ പഠിപ്പിക്കുന്നു. ചിലപ്പോൾ അത് പരസ്പര ബന്ധത്തിന്റെയും പരസ്പര ആശ്രയത്വത്തിന്റെയും പാഠങ്ങളാവുന്നു. മറ്റു ചിലപ്പോൾ അത് നഷ്ടപ്പെടലുകളുടെ പേടിപ്പെടുത്തുന്ന പാഠങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രകൃതിയുടെ വ്യത്യസ്ത മുഖങ്ങൾ നമുക്ക് കാണിച്ചു തന്ന പാഠങ്ങളായിരുന്നു മണ്ണിന്റെ കിനാവുകൾ, കാട്ടിലെ മഴ, ഡെയ്സി ചെടി എന്നിവ. പി മധുസൂദനൻ നായർ എഴുതിയ മനോഹരമായൊരു കവിതയാണ് മണ്ണിന്റെ കിനാവുകൾ. പ്രകൃതിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നായ പൂക്കളെ കുറിച്ചാണ് ഈ കവിതയിലുടനീളം പറയുന്നത്. മുക്കുറ്റിപ്പൂവിന്റെയും പനിനീർ പൂവിന്റെയും ജമന്തി പൂവിന്റെയും മുല്ലപ്പൂവിന്റെയും കൃഷ്ണകിരീടത്തിന്റെയും തുമ്പപ്പൂവിന്റെയും വാടാമല്ലിയുടെയും സൗന്ദര്യത്തെക്കുറിച്ച് അദ്ദേഹം ഇതിൽ ഭംഗിയായി വർണ്ണിച്ചിട്ടുണ്ട്. ഏത് വേനലിലും വാടാത്തവരും ഏതിരുട്ടിലും പുഞ്ചിരിക്കുന്നവരുമാണ് ഈ പൂക്കൾ എല്ലാം തന്നെ എന്നതാണ് കവി ഇതിൽ പൂക്കൾക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ സവിശേഷത. വേനൽ മഴയുടെ ഭംഗിയെ സൂക്ഷ്മമായി ഒപ്പിയെടുത്തിരിക്കുന്ന അനുഭവക്കുറിപ്പാണ് ഈ സോമനാഥിന്റെ കാട്ടിലെ മഴ. കാട്ടിൽ പെയ്യുന്ന ആദ്യ മഴയുടെ ഭംഗിയെയും കാടിന് വരുന്ന പുത്തൻ ഉണർവിനെയും അതിമനോഹരമായി ഈ പാഠഭാഗത്തിൽ നമുക്ക് കാണാം. വറ്റി വരണ്ടിരിക്കുന്ന പുഴകളെയും ഉണങ്ങി നശിച്ചിരിക്കുന്ന കാടിനെയും വേനൽ മഴ എത്ര സൗന്ദര്യത്തിലേക്കാണ് കൊണ്ടുവരുന്നതെന്ന് എഴുത്തുകാരൻ ഇതിൽ കാണിച്ചിരിക്കുന്നു. ഒരു കിളിയും പൂവും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ കഥയാണ് എ വിജയന്റെ ഡെയ്സി ചെടി. പുല്ലുകൾക്കിടയിൽ മുളച്ച മനോഹരിയായ ഡെയ്സി പൂവിനെ സ്നേഹം കൊണ്ട് ഉമ്മ വയ്ക്കുന്ന വാനമ്പാടിയും കൂട്ടിലകപ്പെടുന്ന വാനമ്പാടിയെ ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ നിസ്സഹായയായി നിൽക്കേണ്ടി വരുന്ന ഡെയ്സി ചെടിയെയുമാണ് ഇതിൽ പ്രധാന കഥാപാത്രങ്ങൾ. അപ്പം അതിലെ പ്രധാന കഥാപാത്രങ്ങളെയാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. പരസ്പര സ്നേഹത്തിന്റെ പ്രാധാന്യത്തിനപ്പുറം പ്രകൃതിയിലെ ഓരോ ജീവിക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് എന്ന വലിയൊരു സന്ദേശം കൂടിയാണ് ഈ കഥ നമുക്ക് നൽകുന്നത്. 3 പാഠങ്ങളും പ്രകൃതിയുടെ വ്യത്യസ്ത മുഖങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ പ്രകൃതി ഏറെ സൗന്ദര്യം നിറഞ്ഞവളാണ്. ആ സുന്ദരമായ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. പ്രകൃതിയിലുള്ള പൂക്കളാവട്ടെ, മരങ്ങളാവട്ടെ, പുഴകളാവട്ടെ, കിളികളാവട്ടെ, എല്ലാറ്റിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നിനെയും നാം നശിപ്പിക്കരുത്. നമ്മെ പോലെ തന്നെ പ്രകൃതിയിലെ ഓരോന്നിനും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യവും നാം ഇല്ലാതാക്കരുത്. പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്. മക്കളെ, എന്ത് രസാലേ ഒരു ഉപന്യാസം! ഇതേപോലെ ഇതിനേക്കാളും മനോഹരമായിട്ട് എൻ്റെ മക്കൾക്ക് എഴുതാൻ പറ്റുന്ന മിസ്സിനെ അറിയാം. അത് നിങ്ങളുടെ എക്സാം പേപ്പറിലാണ് തെളിയിച്ച് കാണിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ? അപ്പം ഒരു ഉപന്യാസം വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാക്കി എഴുതിക്കോളാം. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മിസ്സിന്റെ ക്ലാസ്സിന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ നേരിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരുന്ന ലൈവിലും കാര്യങ്ങളിലൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് പങ്കെടുക്കുക കേട്ടോ. ജോയിൻ ചെയ്യണം. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും മക്കളെ, ബൈ.